ഹായ് വാസ് ഞാൻ ഷൈജു കോസ്റ്റക്കാവ് ഷൈൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഷൈൻ വീഡിയോസിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വിധപ്പെട്ട എല്ലാവരും നമ്മളെ നാട്ടിൻപുറത്ത് കാണുന്നതും കാണാത്തതും അതുപോലെ തന്നെ റീൽസ് ചെയ്യുന്നവരും എല്ലാവരും തന്നെ വീഡിയോ എടുക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യാൻ പലപ്പോഴും നല്ലൊരു ആപ്ലിക്കേഷൻ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകും. അപ്പം അതിനൊരു പരിഹാരമായിട്ട് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഷൈൻ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണിത്. മാത്രവുമല്ല, മറ്റൊരു കാര്യമുണ്ട്. ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്താലും ശരി തന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി അഥവാ ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ എപ്പോൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ ക്യാമറ നല്ല ഭംഗിയായിട്ട് തുടച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കുക. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും ചോരാതെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒട്ടനവധി ഫീച്ചേഴ്സ് ഉൾപ്പെട്ട ഒരു നല്ലൊരു കിടിലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. മാക്സിമം നല്ലതോ ചീത്ത എന്തോ ആയിക്കോട്ടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ. VN പ്ലെയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതായിട്ട് വരും. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ താഴെ കാണിക്കുന്ന ചെറിയ സിമ്പിൾ. നമുക്ക് വേണമെങ്കിൽ പുതിയ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്ലസ് ബട്ടൺ അമർത്തുക. അതേപോലെ ന്യൂ പ്രോജക്റ്റ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ ഗാലറിയിലെ എല്ലാത്തരം ഫോട്ടോയും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഓരോരുത്തരുടെ ഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഏതൊക്കെ ഫോട്ടോ ആവശ്യമുണ്ടോ അതെല്ലാം സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതിനകത്ത് സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 3 4 5. ഇനി ഒരു വീഡിയോയും കൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഞങ്ങൾ കടപ്പുറത്ത് പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ കടലിൻ്റെ ഫോട്ടോയും കൂടെ വീഡിയോയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം സെലക്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് താഴെ ഒരു നീല ബട്ടൺ കാണാൻ പറ്റും, നെക്സ്റ്റ്. ആ നെക്സ്റ്റിൽ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. കണ്ടില്ലേ, എല്ലാം അതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടനവധിയായ ലെയേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഫങ്ഷൻസും കിടപ്പുണ്ട് ഇതിനകത്ത്. നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം വളരെ സുതാര്യമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഇരുന്ന് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ഭംഗിയായി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പ്ലസ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഗാലറിയിൽ പോയി വേണ്ടുന്നത് അഥവാ ഒരു ഫോട്ടോ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഫങ്ഷൻസുകൾ കണ്ടുപിടിക്കാനായിട്ട് മുകളിൽ തന്നെ ഒരു ഗൈഡ് കാണാൻ സാധിക്കും. ആ ഗൈഡിനകത്ത് എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ ലെയർ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾക്ക് കൊടുക്കാനായിട്ടുള്ള എല്ലാവിധ ഫങ്ഷൻസും കൊണ്ട് നമുക്ക് വോളിയം കൂട്ടണമെങ്കിൽ വോളിയം കൂട്ടാം. മറ്റേ ക്രോമ കീ എടുത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അറേസ് ചെയ്ത് കളയാം. പിന്നെ അത് വളരെ സിമ്പിളായിട്ട് കളയാം. സാധാരണയായിട്ട് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റൊക്കെ വേണം, പക്ഷേ ഇതിന് അങ്ങനെ ഒരു ആവശ്യവുമില്ല. നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഞാനിപ്പോൾ ക്രോമ കീ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഒരു 2-3 സെക്കൻഡ് എടുക്കും. അതായത് ഇപ്പോൾ 90% വന്ന് നിൽക്കുന്നത് ഒരു 2-3 സെക്കൻഡ് എന്തായാലും എടുക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഡിലീറ്റ് ചെയ്യാതെ തന്നെ എടുക്കാൻ സാധിക്കുക. കണ്ടില്ലേ, കൃത്യമായിട്ട് നമ്മൾ അത്രയും ആളുകൾ തന്നെ അവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്നിട്ട് ഇതിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിലേക്കാക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സാധനം വേണമെങ്കിൽ അതും കൂടി എടുക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ടെന്ന് എഴുതി കാണിച്ചു കൊടുത്താൽ അതിനകത്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വീണ്ടും വന്നാണ്ട. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസിൽ ഇടയിൽ നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് ഇതുപോലെ കൊടുക്കണമെങ്കിൽ സൂം ഇൻ, സൂം ഔട്ട് അങ്ങനെ തുടങ്ങി നമ്മൾ ആ ഒരു കാണാനൊരു ഭംഗിയാവുന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനായിട്ട്
നമുക്ക് ആവശ്യമുള്ള എഫക്റ്റ് കിടപ്പുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2 ദിവസം കൊണ്ട്, 2 ദിവസം വേണ്ട, നല്ല ഭംഗിയായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ക്ലാരിറ്റിയിൽ നല്ല ഭംഗിയായിട്ടുള്ള വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കാം, പോസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരാളുടെ ഫോട്ടോ നമുക്ക് അവിടെ കാണിക്കണ്ട. അപ്പോൾ കാണിക്കേണ്ടാത്ത സ്ഥലത്ത് അത്രയും ബ്ലറാവാനായിട്ടുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അതെല്ലാം നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. VN പ്ലെയർ എന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ വരണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കൃത്യമായി രേഖപ്പെടുത്തുക. കൃത്യമായും നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് ഞാൻ ഈ ചാനലിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പോസ്റ്റ് ഇടാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.